കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന പഴമൊഴി അന്വർത്ഥമാക്കിക്കൊണ്ടാവും ഈ പ്രാവശ്യം മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. പൊള്ളുന്ന വിലക്കയറ്റത്തിനിടയിലും ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും. തുമ്പയും തെച്ചികളുമെല്ലാം കണി കാണാനില്ലെങ്കിലും അന്യസംസ്ഥാനത്ത് നിന്നെത്തുന്ന പൂവുകൾ വിപണിയിൽ സജീവമാണ്. കാർഷിക സമൃദ്ധിയുടെ നിർമ്മലമായ ഓർമ്മകളാണ് നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷങ്ങൾക്ക് പറയാനുള്ളത്. ഓണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം കാർഷികോത്സവം കൂടിയാണ്. കർക്കിടകത്തിന്റെ വറുതികൾക്ക് ശേഷം ചിങ്ങപ്പുലരിയിൽ നാടെങ്ങും ഇളംവെയിൽ പരക്കുന്നതോടെ കർഷകരുടെ മനവും തെളിഞ്ഞുവരും. അതോടൊപ്പം തുമ്പയും കണ്ണാന്തളിയും കാക്കപ്പൂവും വേലിയും മുക്കുറ്റിയുമെല്ലാം മിഴിതുറക്കും. പൂവട്ടികളും പൂവിളികളുമായി പൂപ്പറിക്കാൻ നാടുനിരങ്ങുന്ന കുട്ടിപ്പട്ടാളത്തെ കാണാനില്ലെങ്കിലും ഇഷ്ടനിറമുള്ള പൂവുകൾ ഇന്ന് വിപണിയിൽ നിന്നും യഥേഷ്ടം വാങ്ങാം. അന്യസംസ്ഥാനത്തെ ഡിണ്ടിഗൽ, ബാംഗ്ലൂർ, തോവാള, ഊട്ടി എന്നിവിടങ്ങളിൽ നിന്നാണ് ഇപ്രാവശ്യം ഓണത്തിന് പൂക്കളം തീർക്കുവാൻ പൂവുകളെത്തിയത്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന പഴമൊഴി യാഥാർത്ഥ്യമാക്കിയാവും ഇത്തവണ മലയാളി ഓണം ആഘോഷിക്കുന്നത്. പച്ചക്കറികൾക്ക് വില കൂടിയില്ലെങ്കിലും പൂവിനും അനാദികൾക്കുമെല്ലാം വില വർദ്ധിച്ചിട്ടുണ്ട്. പതിവിന് വിപരീതമായി ഇപ്രാവശ്യം കർക്കിടകത്തിലാണ് അത്തം പിറന്നത്. ഓണാഘോഷങ്ങൾക്കൊപ്പം തന്നെയാണ് ഇപ്രാവശ്യം പുണ്യ റംസാൻ മാസവും വന്നത്. അതുകൊണ്ടുതന്നെ ഇപ്രാവശ്യത്തെ ഓണവിഭവങ്ങൾക്കൊപ്പം പഴവർഗ്ഗങ്ങളും ഇഷ്ടം പോലെ ആവശ്യക്കാർക്ക് വാങ്ങാം. പഴയകാലത്ത് ചിങ്ങത്തിൽ ഓണം പിറക്കുന്നതോടെ കാർഷിക വിഭവങ്ങളുടെ വിളവെടുപ്പ് കാലമാകും. പയറും വെണ്ടയും പാവലും ചീരയും നേന്ത്രക്കായുമെല്ലാം കർഷകരുടെ മനം പോലെ മികച്ച വിളവ് നൽകി അനുഗ്രഹിക്കും. എന്നാൽ മാവേലി വാണിരുന്ന നല്ല കാലത്തിനു ശേഷം കലികാലം പിറന്നപ്പോൾ മാവേലിയെപ്പോലും ടിന്റുമോനേക്കാൾ വലിയ കോമാളിയായാണ് ജനം കാണുന്നത്. കള്ളവും ചതിയുമില്ലാത്ത നല്ല കാലത്തിന്റെ ഓർമ്മകൾ പോലും വെളുക്കേച്ചിരിക്കാൻ മടിക്കുന്ന മലയാളി മറന്നുകഴിഞ്ഞു. എള്ളെണ്ണയുടെ മണമുള്ള ഓണപ്പുലരികളിൽ കുളികഴിഞ്ഞ് നവോടെയായി ഓണക്കോടിയെടുത്ത് പൂക്കളം തീർക്കുവാനെത്തുന്ന മലയാളി മംഗമാർ പോലും ഇന്ന് പറയുന്നത് റിയാലിറ്റി ഷോയുടെയും SMS-ന്റെയും കണക്കുകളാണ്. ഓണമെന്നും മലയാളിക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മയാണ്. ഓർമ്മകളുടെ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ വീണ്ടും ഒരോണം കൂടി പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. സ്പൈർനെറ്റിനോടൊപ്പം ഓണം ആഘോഷിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്പൈർനെറ്റ് ന്യൂസിന്റെ ഹൃദ്യമായ ഓണാശംസകൾ.